ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് മൂവ് ചെയ്തതാണ്. അപ്പം ഞാൻ US ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ജോലി ന്യൂയോർക്കിലായിരുന്നു. അവിടുത്തെ ഒരു ബിഗ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഫസ്റ്റ് നഴ്സിംഗ് ജോലി എക്സ്പീരിയൻസ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒത്തിരി നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻക്ലിക്സ് റിലേറ്റഡ്, CGFNS പ്രോസസ്സിംഗ്, GNRക്ക് വരാൻ പറ്റുമോ, ഫ്രഷേഴ്സിന് വരാൻ പറ്റുമോ, എങ്ങനെ ആവാം, അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിൽ പോയി ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ എന്നോട് ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചാണ്, ചേച്ചി എൻ്റെ ജോലി എക്സ്പീരിയൻസ്, ഫസ്റ്റ് ജോലി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ എങ്ങനെ എനിക്ക് ജോലി കിട്ടിയതെന്നും കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പാടായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പെട്ടെന്ന് അങ്ങനെ ജോലിക്ക് ആൾക്കാരൊന്നും വിളിച്ചൊന്നുമില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അത് വെച്ച് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവണ്ട. ആ ഒരു വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി കാണണം താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് ജോലി കിട്ടി. ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആ ഒരു സെറ്റിംഗ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എൻ്റെ ട്രാൻസിഷൻ, അതുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എനിക്ക് ജോലി കിട്ടിയത് വീടിൻ്റെ അടുത്തുള്ള ഒരു ബിഗ് ഹോസ്പിറ്റലായിരുന്നു. ആംബുലേറ്ററി സർജറി ആയിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കാർഡിയക് ഓവറാണ്. അപ്പം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൗദിയിൽ 4.5 years വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കാർഡിയക് ഓവർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മധ്യപ്രദേശിലാണ് ഞാൻ നഴ്സിംഗ് ഫസ്റ്റ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ കാർഡിയക് ഓവർ ഇല്ലായിരുന്നു, വാർഡായിരുന്നു. പിന്നെ ഞാൻ ഡൽഹിയിൽ പോയിട്ട് അവിടെ കാർഡിയക് ഓവർ ആയിരുന്നു, സൗദിയിലും കാർഡിയക് ഓവർ ആയിരുന്നു. അപ്പോൾ എനിക്ക് കാർഡിയക് ഓവർ എക്സ്പീരിയൻസ് ആണ് ഞാൻ മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ എനിക്ക് ആംബുലേറ്ററി സർജറിയിലാണ് കിട്ടിയത്. അവിടെ വളരെ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, 3 OR ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള സർജറീസാണ് നടക്കുന്നത്, അല്ലെങ്കിൽ തൈറോയിഡ് സർജറീസും ചെറിയ GYN കേസസും AV ഫിസ്റ്റുല അങ്ങനത്തെ ഒക്കെ ചെറിയ കേസസാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഹാപ്പി ആയിരുന്നു. ഞാനൊരു ബിഗ്ഗർ സെറ്റിങ്ങിൽ നിന്ന് ഒരു ചെറിയ സെറ്റിങ്ങിലേക്ക് പോകുന്നു. അപ്പം പഠിക്കാൻ ഈസി ആയിരിക്കും, അതുപോലെ വേറൊരു ന്യൂ തിങ് പഠിക്കാം, അതുകൂടെ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഇതിൽ പോയത്. എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് പോകുന്നു. ഓക്കെ, അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓറിയൻറ്റേഷൻ കുറേ നാളുണ്ടായിരുന്നു. ഇതൊരു ബിഗ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ച കണ്ട് ഒരു മാസമോ അങ്ങോട്ട് കുറേ ടൈപ്പ് ഡിഫറെൻറ്റ് സെറ്റിങ്സിലൊക്കെ ഓറിയൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഓറിയൻറ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. എനിവേ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജോലിക്ക് ചെല്ലുന്നത്. അപ്പം നമ്മളിവിടെ നമ്മൾ ഫസ്റ്റായിട്ട് എവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്കൊരു ഓറിയൻറ്റേഷൻ പീരീഡ് അവർ തരും. പുതിയ ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോലിക്ക് ചെല്ലും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രിസെപ്റ്ററിനെയും അവർ തരും, കാരണം എല്ലാം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം പ്രിസെപ്റ്റർ ആണ് നിങ്ങളുടെ കൂടെ. നമ്മൾ എന്നും വരുമ്പോൾ നിങ്ങൾ പ്രിസെപ്റ്റർ എവിടെയാണോ അവരുടെ കൂടെ ആയിരിക്കും നമ്മളെപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രിസെപ്റ്ററിന് പൈസയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പ്രിസെപ്റ്റ് ചെയ്യുകയെന്ന് വിചാരിച്ചു ഇപ്പോൾ ആരെങ്കിലും. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ മാരേജിൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ആ ഒരു അവർലി പേ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. പ്രിസെപ്റ്റർ ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എനിവേ, ഞാൻ ഈ ഒരു ആംബുലേറ്ററി സർജറി ചെന്നപ്പോൾ അവർ ഭയങ്കര സ്മോൾ സെറ്റിങ്സ് ആണ്. ഒരു അണ്ടർ 10 ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സും ഉള്ളൂ. എല്ലാവരും ഫീമെയിൽസാണ്. അതിലാകെ 2 പിള്ളേർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അവിടെ വർഷങ്ങളായിട്ടുള്ള, ഇൻക്ലൂഡിങ് മാനേജർ, വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ അവിടുത്തെ ആൾക്കാരാണ്. അവിടെ ഒരു ഗ്യാങ് ആണ്. ഇനോ എല്ലാ റൂമിലും ഈ ഒരു കപ്പ് പോലെയാണ്. ഇവർ രണ്ടുമാണ് ഒരു സെറ്റ്, ഇവർ രണ്ടും അങ്ങനെയൊക്കെ ഉണ്ട്. 3 OR ഉള്ളൂ ആകെ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, എനിക്കൊരു പ്രിസെപ്റ്ററിനെയൊക്കെ ഏർപ്പെടുത്തുന്നു എല്ലാം. അപ്പോൾ എനിക്ക് ഇത് നമ്മളെ ഫസ്റ്റ് ജോലി ആകുമ്പോൾ കുറേ കാര്യങ്ങൾ ന്യൂ ആണ്. ഒന്നാമത്തെ ഈ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ന്യൂ ആണ്. ലാംഗ്വേജിൻ്റെ, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും ആക്സൻറ്റും കുറേ വേർഡ്സൊക്കെ ഡിഫറെൻ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സൗദിയിലായിരുന്നപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, പേപ്പറിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. അതൊരു സിസ്റ്റം, നമ്മൾ ഈ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റം നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു എല്ലാം ന്യൂ തിങ്സ് ആണ്. പിന്നെ അറിയാവുന്നത് ഈ ഒരു ORൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ്. അതും എനിക്ക് കാർഡിയക് OR അല്ല എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ കാർഡിയക് ORനെ കഴിഞ്ഞും ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ ഈ ചെറിയ സർജറീസ്. അതെന്താ ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഹൈന്ന് ലോയിലേക്ക് വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം കാർഡിയക് ORലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റെറൈൽ ടെക്നിക്ക് നമ്മൾ അടുത്തോട്ട് പോലും നമ്മളത് ടച്ച് ചെയ്യാൻ പോകില്ല. അതുപോലെ ടൈം എടുത്ത് നമ്മൾ ആ ചിലപ്പോൾ ഒരു കേസായിരിക്കും ഒരു ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു ഇതിലങ്ങ് പോവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈമില്ല, പടപടപെടാന്നാണ് അടുത്ത സർജറീസ് നടക്കുന്നത്. അപ്പം സ്റ്റെറിലിറ്റി ഇല്ലെന്നല്ല, പക്ഷേ എൻ്റെ മനസ്സിലുള്ള സ്റ്റെറിലിറ്റി പോലത്തെ സ്റ്റെറിലിറ്റി അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാവരും പെടപെടാന്ന് ആയിട്ട് സൈഡിൽ കൂടെ എല്ലാം മൂവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അതൊക്കെ എനിക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എനിക്കുള്ളതെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ,
എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ ഭയങ്കര പാടായിരിക്കും മോളെ, ഭയങ്കര പാടായിരിക്കും. സോ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത്. സോ ഈ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഫ്ലോയുടെ വരുന്നിടം വരെ എനിക്ക് ന്യൂയോർക്കിലെ ജോലി ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് തോന്നിയിട്ടേ ഇല്ല. അന്ന് കുറച്ച് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡൽഹിയിലും വേറെ സ്ഥലത്തൊക്കെ അനുഭവിച്ച ഡിഫിക്കൽറ്റി, ഡൽഹിയിൽ ബാക്കിയുള്ളടത്ത് എനിക്ക് കുഴപ്പമില്ല, ഡൽഹിയിലൊക്കെ അനുഭവിച്ച ഡിഫിക്കൽറ്റി വെച്ച് നോക്കിയാൽ ഒന്നും അല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഡൽഹിയിലെ എക്സ്പീരിയൻസ് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, അത് ഷെയർ ചെയ്യാൻ മാത്രമുണ്ട്. ഓക്കെ, അപ്പം അന്ന് ആ ന്യൂയോർക്ക് ജോലി ചെയ്ത ആ ഫസ്റ്റ് സമയത്തൊന്നും എനിക്ക് അങ്ങനെ ഡിഫിക്കൽട്ടി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ പാടാണ്, അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല പാടായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അതായത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. ഞാൻ ആദ്യമേ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു പാവ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ പുതിയ സെറ്റിങ്സിലേക്ക് ചെല്ലുമ്പോൾ. ഞാൻ ആക്ച്വലി ഭയങ്കര ടോക്റ്റീവും ആൾക്കാരോട് ഭയങ്കര ഇടപെടാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ നമ്മൾ പുതിയൊരു സെറ്റിങ്സിലേക്ക് ചെന്ന് നമുക്ക് എല്ലാവരും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അത് പിന്നെ പുതിയതായിട്ട് പഠിക്കാൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഇതായിട്ട് ഞാനിങ്ങനെ ഭയങ്കര പാവമായിട്ടാണ് നിന്നത്. പിന്നെ പ്രിസെപ്റ്ററിന് പേ കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഓൾറെഡി ഈ പ്രിസെപ്റ്റർ എന്ന് പറയുന്ന ആൾ കേസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ജോലി ചെയ്യുക, അതിൻ്റെ കൂടെയാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നെ വിചാരിക്കുന്നത് പുള്ളിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളൊക്കെ ഇനി കയറുമ്പോൾ ഓറിയന്റേഷൻ പീരീഡ് ആണ് നിങ്ങളുടെ ഗോൾഡൻ പീരീഡ്. ആ സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് പ്രിസെപ്റ്ററിൻ്റെ അടുത്ത് ടൈം എടുത്ത് അവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് കാണിക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം മാനേജറിന് അറിയാം നിങ്ങളെ ഈ പ്രിസെപ്റ്റർ ആണ് ഈ ആളെ പ്രിസെപ്റ്റർഷിപ്പ് ചെയ്യുന്നതെന്ന്. സോ അവർക്ക് അതറിയാവുന്നത് കൊണ്ട് അവരുടെ ജോലിയാണ് നമ്മളെ എല്ലാം കാണിച്ചു തരിക എന്നുള്ളത്. സോ ഇതിനകത്ത് എനിക്കൊരു ഇത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിസെപ്റ്റർ ഒരു പർട്ടിക്കുലർ ഡോക്ടറിൻ്റെ ഫേവറേറ്റ് ആളാണ്. സോ പുള്ളിക്കാരി എപ്പോഴും ആ ഒരു റൂമിലായിരിക്കും. ആ ഡോക്ടറിനാണെങ്കിൽ പുതിയ ആൾക്കാരെ ഇഷ്ടമേ അല്ല. അപ്പോൾ ആ റൂമിൽ ഭയങ്കര ഇങ്ങനെ സൈലൻറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഡോക്ടേഴ്സ് ഭയങ്കരമാരൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം സൗദിയിലൊക്കെ ഞാൻ അല്ലാതെയും ഇന്ത്യയിൽ നിന്നൊക്കെ അടിപൊളി ആൾക്കാരെ ഡീൽ ചെയ്ത് അങ്ങനെ ഡീൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അതൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു. അതൊക്കെ ഫ്യൂച്ചറിൽ കോൺക്രീ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഡോക്ടറായിട്ട് ഞാൻ അത് നല്ല കമ്പനിയായി, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ആ ഒരു റൂമിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു റൂമിൻ്റെയും അത് മോസ്റ്റ്ലി തൈറോയിഡ് കേസസ് ആണ് ചെയ്യുന്നത്. അത് ഒരു എക്സ്പോഷറെ മെയിനായിട്ട് കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് ഒരു ദിവസം ആ പുള്ളിക്കാരി ഓഫ് ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഞാൻ വേറൊരാളുടെ കൂടെ പോയതായിട്ട് എനിക്ക് ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മുടെ ഓറിയൻറ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും നോക്കത്തില്ല, നമ്മളെ അങ്ങ് തന്നെ ഇടും. സോ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കണം. പിന്നെ എനിക്ക് ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ അതോ അവരുടെ എക്സ്പെക്റ്റേഷൻ വേറെ ആയിരുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു സൗദി റിട്ടേൺ ഭയങ്കര ഓൾഡായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമെന്നായിരുന്നു അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. അത് ഞാനോട് പിന്നെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചത് എനിക്ക് ഭയങ്കര എല്ലാം അറിയാം. പിന്നെ ഞാൻ കാർഡിയാക് ഓവാറിൽ നിന്ന് വരുന്നല്ലേ, സോ കാർഡിയാക് ഓവാറിൽ നിന്ന് വരുന്നവർക്ക് പിന്നെ ബാക്കി എല്ലാം അറിയാം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവർക്കുള്ളത്. ഓഫ് കോഴ്സ് കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്. പക്ഷെ കാർഡിയാക്ക് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയത്തില്ല. എനിക്കറിയത്തില്ല. ഞാൻ വേറെ ഒരു കൊച്ചു സർജറീസ് ചെയ്യുന്ന ഒരു ചെറിയ സാധനം ഞാൻ കണ്ടിട്ടുള്ള സാധനം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, കാരണം ഞാനത് കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ന്യൂയോർക്കിലൊക്കെ നമ്മൾ സ്ക്രബും പിന്നെ സർക്കുലേറ്റിംഗ് ചെയ്യും, 2 എണ്ണം ചെയ്യണമായിരുന്നു. സോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ന്യൂ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെ എനിക്ക് പഠിക്കണമായിരുന്നു. സോ അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എല്ലായിടത്തെയും ഒരു പോളിസീസും അവരുടെ ആ വേ ഓഫ് സെറ്റിംഗ് അപ്പ് ദ ഓവർ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ആരും അങ്ങനെ പറയുന്നൊന്നുമില്ല, ഓരോരുത്തരും ഓരോ രീതിയിലും ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു, ഇതെന്താ ഈ കൊച്ചിങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചില സമയത്ത്. പക്ഷെ അതിൻ്റെ സമയത്തും അങ്ങനെയൊന്നും ആരും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ലേറ്റർ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് കുറേ സ്ട്രഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മലയാളി കുട്ടി ഉണ്ടായിരുന്നു, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ആക്ച്വലി വീട്ടിൽ വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരി എന്നോട് പറയുകയും ചെയ്തു, ഞാൻ വന്ന സമയത്ത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നെന്ന് കൂടുതൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ ഒരു ഗ്യാങ് ആണെന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റ് ചിലപ്പോൾ ശരിയായിരിക്കും. അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു തന്നു കേട്ടോ. എനിവേ ഞാൻ അവിടെ ഒരു ഡിസംബർ 23 അങ്ങനെയൊക്കെ ടൈമിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അതിനൊരു ക്രിസ്മസ് വന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ന്യൂ ഇയറിൻ്റെ ഹോളിഡേ, അങ്ങനെ ഒന്നിനോട് അങ്ങനെയെല്ലാം പോയി. പിന്നെ മാർച്ച് 19 ആയപ്പോഴേക്കും, മാർച്ച് 20 ആയപ്പോഴേക്കും കൊറോണയായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തു. അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക്
കുറച്ച് നാളെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ, ഒരു 2-2.5 മാസം നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ച് പ്ലസൻ്റ് അല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടായത്. എനിക്കങ്ങനെ ഞാൻ വിചാരിച്ച പോലെ അവരിൽ നിന്നൊന്നും ഹെൽപ്പ് ഒന്നും കിട്ടിയില്ല. ഞാൻ തന്നെ ഒരിടത്തൊക്കെ പോയി നിന്ന് അവിടുത്തെ സ്റ്റോറേജ് ഏരിയയിലൊക്കെ പോയി നിന്ന് കുറേ മെറ്റീരിയൽസൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, എങ്ങനെയൊക്കെ ചെയ്തു. ഹെൽപ്പ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്, അവളാണ് എനിക്ക് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഇതെല്ലാം ഹെൽപ്പ് ചെയ്തതൊക്കെ കേട്ടോ. ഇപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല ആ ഒരു സെറ്റിങ്സ് കേട്ടോ, നമുക്കൊരു ഇതായില്ല. പക്ഷെ എനിക്ക് അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാനിങ്ങനെ നിൽക്കും, ഞാൻ എക്സ്ട്രാ നിന്നൊക്കെ പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് 2-2.5 മാസം കൊറോണ വന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു ബിഗ് ഹോസ്പിറ്റൽ ആയത് കാരണം അതിന് മെയിൻ OR ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ ആംബുലേറ്ററി സർജറിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും, ഈ സ്റ്റാഫ് എല്ലാവരും മെയിൻ ORലേക്ക് പോയി. അപ്പം നമ്മൾ ഓറിയൻറ്റേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുറകെ എപ്പോഴും എഡ്യൂക്കേറ്റേഴ്സ് കാണും. അപ്പോൾ എൻ്റെ എഡ്യൂക്കേറ്റർ ഇങ്ങനെ ഞാൻ മെയിൻ ORലേക്ക് പോയപ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരെയും അവർക്ക് വേറെ വേറെ റൂമിൽ അസൈൻ ചെയ്യാം, കാരണം അവർ ഓൾറെഡി അവിടെ അറിയാമല്ലോ. അപ്പോൾ അവരെയൊക്കെ അസൈൻ ചെയ്തു. എന്നെ എഡ്യൂക്കേറ്റർ വന്നിട്ട് ചോദിച്ചു, അഞ്ജു റോബോട്ട് റൂമിൽ ഒരു ബ്രേക്ക് കൊടുക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു യെസ്. പക്ഷേ അവൾക്ക് അറിയാമോ എനിക്ക് അവിടെ ഒന്നും അറിയത്തില്ലെന്ന് എനിക്കും അറിയാം. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, നീ അവിടെ ഒരു കോർണറിൽ പോയി നിന്നാൽ മതി, അവിടെ ഒരു സർക്കുലേറ്റർ ഓൾറെഡി ഉണ്ട്, അവർ ബ്രേക്കിന് പോയേക്കുവാണ്, 15 or 30 minutes അങ്ങോട്ട് ബ്രേക്ക്. അപ്പം അവിടെ നിന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, എന്തെങ്കിലും എമർജൻസി വന്നാൽ അവർക്കൊരു ഹാൻഡ് അതിന് വേണ്ടി മാത്രമൊന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെന്നപ്പോഴേക്കും ഈ ബാക്കിയുള്ള ORനെ കഴിഞ്ഞൊക്കെ വലിയ OR റോബോട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ റോബോട്ടാണ് ഈ ORൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പേഷ്യൻറ്റ് സർജറി ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ റോബോട്ട് എക്സ്പീരിയൻസ് നേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റോബോട്ട് അങ്ങനത്തെ ORനെ കുറിച്ച് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതൊരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് റോബോട്ട്. അപ്പം ഇങ്ങനെ റോബോട്ടിനെ കാണുന്നു, ഡോക്ടർ വേറൊരു കോർണറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. ഞാൻ അതെല്ലാം കണ്ടു. പിന്നെ അവിടെ ഭയങ്കര ബിസിയാണ്, കുറേ ആൾക്കാരുണ്ട്, സർക്കുലേറ്ററൊക്കെ നല്ല ആൾക്കാരായിരുന്നു, എനിക്കെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു മെയിൻ OR എന്ന് പറഞ്ഞാൽ ഒരു 300-350 ഒക്കെ സ്റ്റാഫ് ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം വേറെ ആണെങ്കിലും പെരിയോ സ്പെസിമെൻ്റ് ആൾക്കാരാണെങ്കിലും ഇംപ്ലാന്റ് ആൾക്കാർ, അങ്ങനെ എല്ലാം വേറെ വേറെ ഉണ്ട്. അപ്പം ബിഗ് സെറ്റിങ്സിലേക്കാണ് ചെല്ലുന്നത്. അപ്പം എനിക്കെല്ലാം ന്യൂ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും നല്ല ഇതായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ആ ഒരു കൊറോണ പീരീഡിൽ ആ മെയിൻ OR നിന്ന സമയത്തെല്ലാം ഞാൻ റോബോട്ട് റൂമിലായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോട് നെക്സ്റ്റ് ഡേ എഡ്യൂക്കേറ്റേഴ്സ് എനിക്ക് റോബോട്ട് റൂമിൽ പോകണം. അപ്പോൾ ഞാൻ പോകാം, എനിക്ക് ഓൾറെഡി അവിടെ ചെന്നപ്പോഴേ ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്നപ്പോഴേക്കും ഒരു ദിവസം ഇങ്ങനെ എന്തോ ഒരു സാധനം എന്നോട് എവിടെയാണോ എന്ന് എന്നോട് ഒരാളെ ചോദിച്ചു. ആരോ ചോദിച്ചു, എടുത്തോണ്ട് വരാൻ അവരറിയാമോ അഞ്ചു? അപ്പോൾ ഞാൻ അറിയാം. അപ്പോൾ എന്നോട് അവിടെ ഇരുന്ന ഒരു പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, അറിയാവോ? അപ്പോൾ ഞാൻ അറിയാം. അത് ഞാൻ പോയി എടുത്തോണ്ടൊക്കെ വന്നു. പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് അത് അവിടുത്തെ മാനേജറായിരുന്നു എന്ന്. ഓക്കെ, അപ്പം ഒരു ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ മാനേജർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അഞ്ചു നിനക്ക് റോബോട്ടിക് കോറിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറാൻ താല്പര്യമുണ്ടോ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഇടുപൊട്ടി. കാരണം ഞാൻ തന്നെ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ റോബോട്ട് കോറിലേക്ക് വരാൻ വേണ്ടി വേറെ കോറിൽ നിന്ന്, അപ്പം മിക്കവാറും ഡിഫറെൻറ്റ് കോഴ്സ് ഉണ്ട്, യൂറോളജി, ഗൈനക്ക്, അങ്ങനെ ഓരോരോ കോഴ്സ് ഉണ്ട്. ആ കോറിൽ നിന്ന് എല്ലാ ആൾക്കാർ റോബോട്ട് കോറിൽ എങ്ങനെയെങ്കിലും കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മാനേജർ ആരും അങ്ങനെ എടുക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ദേവിനോട് അപ്പം തന്നെ പറഞ്ഞു, ദേവി എസ് എന്താണ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പൊസിഷൻ അക്സെപ്റ്റ് ചെയ്തു. അതൊരു ഭയങ്കര ഇതായിപ്പോയി. കാരണം ഞാൻ ഈ മറ്റേ ആംബുലേറ്ററി സർജറിയിൽ ഒരു ഡിസംബർ കൂട്ടണ്ട, കാരണം ക്രിസ്മസും എല്ലാം ആയിട്ട് പോയി. ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച് ഹാഫ് ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് മൂവ് ചെയ്തല്ലോ. അപ്പോഴേക്കും ആകെ 2.5 മാസം നിന്നുടനെ എനിക്ക് റോബോട്ട് കോറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് അന്ന് ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു, എങ്ങനെ ഇവൾക്ക് കിട്ടി. അന്നേരം മെയിൻ ORൽ കുറേ മലയാളീസൊക്കെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ഈ ന്യൂസൊക്കെ കിട്ടി, എങ്ങനെ എനിക്ക് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് പറഞ്ഞെന്നൊക്കെ. എനിവേ അങ്ങനെയായിരുന്നു എൻ്റെ ട്രാൻസിഷൻ. എന്താണെങ്കിലും എനിക്ക് ആ ഒരു ആംബുലേറ്ററി അത്ര ഇഷ്ടപ്പെടാത്തത് കാരണവും ദൈവം എനിക്കൊരു അവിടെ ഒരു എക്സ്പീരിയൻസ് തന്നു. അത് എനിക്ക് നന്നായി. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ട് പിന്നെ എൻ്റെ എല്ലാ ഫേസിലും ഞാനിങ്ങനെ സോഫ്റ്റും ഒന്നും അറിയാത്ത പോലെ അങ്ങനെയൊന്നും അല്ല നിൽക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് കൂടിയുള്ള ഒരു അഡ്വൈസാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരെന്തോ വലിയ സംഭവം ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അറിയത്തില്ലെങ്കിൽ വാതുറന്ന് പറയുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അതൊക്കെ പിന്നീട് ഇതൊക്കെ ദൈവമാണ് എന്നെ അതിലേക്ക് ഒരു ക്ലാസ് തന്ന് എന്നെ മോഡിഫൈ ചെയ്തത്. എനിക്ക് ബാക്കി അത് കഴിഞ്ഞ് ഞാനിപ്പം ആ ആംബുലേറ്ററി സർജറിയിൽ നിന്ന് നേരെ റോബോട്ടിലേക്ക് ചാടി. അവിടെ നിന്ന് ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ മെറ്റേണിറ്റി ലീവിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു ബിഗ് ഹോസ്പിറ്റൽ, അവിടുത്തെ ന്യൂയോർക്കിനെ കഴിഞ്ഞ് വലിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ ഇവിടെ ജോലിക്ക് കയറുന്നത്. അതും എനിക്ക് റോബോട്ടിക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് റോബോട്ട് നേഴ്സിൻ്റെ വേക്കൻസിയിലാണ് ഞാൻ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ദൈവത്തിന് എല്ലാം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കയറുന്നു, ഇവിടെ ഞാൻ 2 years ചെയ്യുന്നു.
അത് ഞാനിവിടെ PR-നായിട്ട് വേറൊരു സർജറി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു ഫ്ലോട്ട് പൊസിഷൻ ആയതുകൊണ്ട് വേറൊരു സർജറി സെൻറ്ററും കൂടെ എനിക്ക് പോകാൻ പറ്റി, അവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതെല്ലാം ഞാൻ PR പൊസിഷനായിട്ട് തന്നെ വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് വീട് ഇങ്ങോട്ട് പുതിയതായിട്ട് മാറിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പുതിയ ജോലി തുടങ്ങി. അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എൻ്റെ കരിയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രാൻസിഷനായി അവിടുന്ന്. പക്ഷേ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഇത് ആ ഒരു ആംബുലേറ്ററി സർജറിയിൽ ചെയ്ത ആ ഒരു ചിലപ്പോൾ എൻ്റെ വ്യൂ കൊണ്ടായിരിക്കും, ആ ഒരു ഡിഫറെൻറ്റ് ലുക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ഭയങ്കര വേറെയായിരുന്നു. ഞാൻ മെയിൻ OR എത്തിയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആയി. എനിക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടി മെയിൻ OR. എനിക്ക് ഒത്തിരി ആൾക്കാരോട് അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ അവരോട് ഡെയിലി ടോക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ആക്സെൻറ്റ്, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾ ആ ഒരു ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാനും അവരുടെ ഒരു ഇതൊക്കെ മനസ്സിലാവുകയും ആ ഒരു ആക്സെൻറ്റ് കിട്ടുകയും എല്ലാം ചെയ്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഇത്രയും വലിയ ഒരു സെറ്റിങ്സിലാകുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ആണല്ലോ കിട്ടുന്നത്. ആ എക്സ്പീരിയൻസ് കിട്ടി. അതെല്ലാം എന്നെ പിന്നീടുള്ള ഇങ്ങോട്ടേക്കുള്ള എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തു. എനിവേ ഞാൻ എൻ്റെ ആ ഗ്രോത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാനത് കഴിഞ്ഞ് എത്രയോ ഇതിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ സ്റ്റേബിൾ ഒന്നുമല്ല, ഞാനിങ്ങനെ മാർക്കറ്റ് ചെയ്യും. എൻ്റെ റെസ്യൂമേയിൽ ഓൾറെഡി ഒരു പേജിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഓൾറെഡി അത് കഴിഞ്ഞിട്ടായി. അത് ആ ഒരു ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴത്തെ ഉള്ള പിള്ളേരൊക്കെ ഇപ്പം വീഡിയോസ് കണ്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ്ങും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറൊക്കെ ആയിരിക്കും. എനിക്കതൊരു പ്ലസൻറ്റ് സെറ്റിംഗ് അല്ലായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഞാൻ അന്നത് അത്രയും റിയലൈസ് ചെയ്തില്ല. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഇതിനെ കഴിഞ്ഞും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിക്ക് അത്ര അങ്ങനെ ഫീൽ ചെയ്തില്ല. പിന്നെ ഫ്ലോറിഡയിലൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ സോ നൈസാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ് ന്യൂയോർക്കിനെ കഴിഞ്ഞു, ഒത്തിരി ഡിഫറെൻറ്റ്. ഞാനതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്കും ഫ്ലോറിഡയും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, ആൾക്കാരുടെ ഒരു പേസ് എല്ലാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ജോലിയിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ്, പിന്നെ ഒരു ട്രാൻസിഷൻ. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും നഴ്സസ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പവർ. അത് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പിന്നെ ഇവിടെ നഴ്സസിന് ഒത്തിരി നല്ല റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ മാനേജറിൻ്റെ അടുത്ത് പോയി പറയാം. നിങ്ങളുടെ ഓറിയൻറ്റേഷൻ പീരീഡ് ഗോൾഡൻ പീരിയഡ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെ റൂമിൽ ചെയ്യണം. എനിക്ക് ഈ ഒരു കേസ് കാണണം എന്ന് പറഞ്ഞാൽ അവർ ആ കേസ് വരുമ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്ക് വിടും. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഓറിയൻറ്റേഷൻ പീരീഡ് നമുക്ക് ബാധ്യതകളൊന്നുമില്ല. നമ്മളെ ഒരു സ്റ്റാഫ് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ആളായിട്ടല്ല അവർ കാണുന്നത്. ആ പഠിക്കാനുള്ള പീരീഡാണ്. നിങ്ങൾക്ക് ഏത് റൂമിൽ കൂടെ വേണമെങ്കിലും പോയി പഠിക്കാം. നിങ്ങൾ എന്ത് ക്വസ്റ്റൻ ആരോട് വേണമെങ്കിലും ചോദിക്കാം, എല്ലാം ചെയ്യാം. ആ സമയം നിങ്ങളെല്ലാം നല്ലതായിട്ട് പഠിച്ചെടുത്തേക്കണം. കാരണം അവരിങ്ങനെ നോക്കത്തില്ല, എത്ര ഡേയ്സ് നിങ്ങൾ വർക്ക് ചെയ്തെന്നൊന്നും നോക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ അവർ പറയത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ക്രിസ്മസ് വന്നു ന്യൂ ഇയർ വന്നു എന്നും അവർ പറയത്തില്ല. അതുകൊണ്ട് ഉള്ള ഡേയ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. ഡോക്ടേഴ്സിനൊക്കെ അറിയാം, നമ്മുടെ ഇന്ത്യൻ നഴ്സസിന് നല്ല കാര്യം അറിയാം, നല്ലതായിട്ട് ജോലി ചെയ്യും, മടിച്ചുകളല്ല, അതൊക്കെ അവർക്കൊക്കെ അറിയാം, വേറെ ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ അതൊരു പവറായിട്ട് വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക. കമ്പ്യൂട്ടർ വർക്കൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അതിലൊന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ പഠിച്ചെടുക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ന്യൂയോർക്കിലൊരു സിസ്റ്റം പഠിച്ച് ഇവിടെ വന്നൊരു സിസ്റ്റം പഠിച്ചു, അത് കഴിഞ്ഞ് വേറെ സിസ്റ്റത്തിലേക്ക് മാറി വേറെ സിസ്റ്റം, എത്ര സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ നോക്കും. എല്ലാ സംഭവങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ നോക്കും, ഒരു കുഴപ്പമില്ല. അപ്പം അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ഞാൻ ഇടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ H1B വിസയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടിരിക്കുക. ഞാൻ H1B വിസയിലല്ല വന്നത്. സോ എനിക്ക് ആ ഒരു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇടാനെ. അപ്പം കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം ഒന്ന് കിട്ടിയാലേ ഞാൻ ആ വീഡിയോ ഇടാം. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുക. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ, അപ്പോഴാണ് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.